ഞാൻ പറഞ്ഞ എന്തിനാ ഡാൻസ് കളിക്കുന്നേ? വലിച്ചൂരി. ഊരിയോ? വരുന്നില്ല. ഇല്ല, വരുന്നില്ല ചേച്ചി. ഏയ് എന്തടി ഇത്? എന്താണെന്നോ? എല്ലാ അലങ്കാരമായല്ലോ. എന്നടാ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു. പിടിച്ചൂരിയപ്പോ വീണു. മോതിരം ഊരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല വേണ്ടാന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ? തണ്ണി, ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക്. ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നേ. പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം. ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ. ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല. ഗോച്ചയുടെ അനിയത്തിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുത്തൻ ജനിക്കണം. ദേവി, വേഗം ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്. നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഒന്നും പറയാൻ നിൽക്കണ്ട. വാടാ, ഇങ്ങനെ ഒരെണ്ണം. അവരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിൽക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. കാശില്ലാതെ പോകാൻ പറ്റില്ലടാ. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ. ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകുമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലേ. സൂപ്പർ ആണോടാ? ഓക്കെ അല്ലേ? എന്ത് ഓക്കെ? ഡ്രസ് ഓക്കെ, ഫേസിന് എന്ത് ചെയ്യും? അത് ശരിയാണ്. അതൊന്നും നോക്ക്. ആ കറുത്ത മണ്ണ് നോക്ക്. നമ്മുടെ സ്വന്തം മലേഷ്യയിൽ അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഡൺ. നല്ല ഐഡിയ. ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ. ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. മച്ചാ, ഈ ഡ്രസ്സിന് മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഈ ഗെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ. അബിറാമേ, എനക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ. എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് ഈ മുഖം വേണ്ട. ആൽക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാ. ഓക്കെ അല്ല? ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റ് കൊച്ചിയിൽ നടന്നു കാരണം നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾക്കൊരു ട്രീറ്റാണ്. എൻജോയ് യുവർസെൽഫ്. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരും നോക്കുന്നു നിന്നെ. സോറി. അയ്യോ, ഇവളാരടാ? ഇതിന്റെ ചൊറിച്ചിൽ സഹിക്കാൻ പറ്റണില്ലേ? അയ്യോ. എന്തിനീ മനുഷ്യക്കുറങ്ങി എന്നെ തന്നെ നോക്കുന്നത്? മനസ്സിലാക്കിയോ അവൻ? നിക്ക്. പെണ്ണുങ്ങളും ലിക്കറുമുണ്ട്. അവനവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുട്ട് വൺ ഡ്രിങ്ക് ഫോർ മീ. ആ കാട്ടുപന്നിക്ക് കൊടുക്കണം. നീയോ? ഞാനാണെന്ന് തോന്നുന്നു. നീ എവിടെടാ പോയി തോന്നുന്നേ? എന്നൊരു പെണ്ണ് ഫോളോ ചെയ്യുന്നടാ. നിന്നെ ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ. എന്നെ ഒരു മനുഷ്യക്കുരങ്ങ് അയ്യോ വന്നെന്നോ?
വിദ്യ എനിക്ക് അറിയാതെ പോയല്ലോ. എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാണോടാ എന്നെ വരട്ടിയത്? ആ ഈ സെൽഫോണിൽ ക്യാമറ വെക്കുന്നത് ആദ്യമേ നിർത്തണമടാ. നിന്റെ ഫോട്ടോ തന്നെ നിന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ? 1 2 3. ഒരു സ്മോൾ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ. പറയ് ബായ്, മലേഷ്യ ചെന്ന ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ കഴുതകളെ. നിങ്ങൾ പറഞ്ഞ കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ബായ്. നാളെ എന്റെ മോന്റെ റിസപ്ഷനാ, അവിടെ തന്നുകൂടെ സാധനങ്ങൾ കൊണ്ടുപോടാ. ഉറപ്പായിട്ട് കൊണ്ടുവരാൻ ബായ്. എവിടെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് അല്ലേ? തൃപ്പൂണിത്തറ. നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമില്ല, സാധനങ്ങൾ കിട്ടണം. ഞങ്ങൾ വന്നാലും ഇല്ലേ സാധനങ്ങൾ എന്തായാലും വരും ബായ്. വേണു, നിന്റെ ഒരുത്തി ഫോളോ ചെയ്യുന്നു പറഞ്ഞല്ലോ, അത് ആ പെണ്ണാണോ? അളിയൻ അവിടെ നിൽക്കുന്നു, നീ ഇവിടെ ഡാൻസ് ചെയ്യുന്നോ? അത് പിന്നെ അയ്യോ, ഇവൾ അച്ഛയുടെ ഗുനിയത്തിയാണല്ലോ. എന്താന്ന്? ഗോച്ചയുടെ അനിയത്തിയാണല്ലോ. Escape. ഏയ്, വേഗം വാ. ഹലോ, എവിടോട്ടാടാ ഈ പോകുന്നേ? ഏയ്, ഈ വഴി. ഇവിടെയോ? ഓക്കെ. ഇത് ഏതാടാ സ്ഥലം? സ്ഥലം ഏതായാലും എന്താടാ, വെളുക്കുവോളം വെള്ളമടിച്ചിട്ട് പോവാലോ. ഏയ്, ആര് വരുന്നു? അയാളുടെ ആളുകളായിരിക്കും. അയ്യോ, ഇനി നീ അകത്ത് വന്നില്ലേ? ഗോച്ചാടാ, ഗോച്ച. ഇതുവരെ മാർക്കറ്റിൽ വരാത്ത ഡയമണ്ട്. ഇതിന്റെ മതിപ്പ് 6.4 crores. Is it for sale? ഏയ്, എന്തെയും ചോദിച്ചില്ലേ? ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ പോന്നു? ആ ഡയമണ്ട് കക്കാൻ പോകും. എന്തിനാടാ? നമ്മുടെ വീട് ലേലത്തിൽ പോകാതിരിക്കാൻ ആ ഡയമണ്ട് കട്ടേ തീരൂ. എങ്ങനെയാടാ? ഇപ്പൊ ടൈം എന്തായി? 11:59. 12 മണിയാവുന്നതിന് 10 സെക്കൻഡ് മുമ്പ് പവർ കട്ടാവും. 12 മണിയായി പവർ വരുമ്പോ ആ ഡയമണ്ട് എനിക്ക് സെറ്റ് ആവും. സൂപ്പറാ. എന്താണത്? ഷാമ്പയിൻ ബോട്ടിൽ താഴെട്ടോടാ പന്നി. അയ്യോ, ഞാൻ വീണേ. ഏയ്, വേഗം വാ. ഹലോ, ഞാനടാ ശിവദാസന്റെ മോൻ. ശിവദാസന്റെ മോനോ? പറയുന്നത് കേക്കടാ. കയ്യില് വിലങ്ങായി നടക്കുന്നില്ലേ ഒരു ചെമ്മരിയാട്. അവന്റെ കയ്യിലുള്ള പെട്ടിയിൽ സാധനം ഉണ്ടോ നോക്ക്. തുറക്കടാ പെട്ടി. ഡയമണ്ട് ഉണ്ടടാ. നക്കി നോക്കടാ, അത് വൈരമാണോ അല്ലയോ ഒന്ന്. കടിക്കടാ. നക്ക് നക്ക് നക്ക്. ലിക്കിങ് ലിക്കിങ്. കടിക്കാൻ. മതിരിക്കുന്നു സാർ. കൽക്കണ്ണ മതിരിക്കാതെ കഴിക്കോടാ. എനിക്കിതിന്റെ വൈരോ വൈഡൂര്യോ ഒന്നും ആവശ്യമില്ല. എൻ്റെ അച്ഛന് കൊടുക്കാനുള്ള പണം തന്നിട്ട് നിന്റെ ഡയമണ്ട് ഒന്ന് മേടിച്ചു. ഫ്ലൈറ്റിന് ഇനി 15 മിനിറ്റേ ഉള്ളൂ. ആ തടിയന്മാരെ വിശ്വസിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ നീ മാത്രം വാ പണവും കൊണ്ട്. ഏയ്, ഗോച്ച പറഞ്ഞ പോലെ തനിയേടാ വന്നേക്കണേ. തനിയല്ലടാ, ഗുണ്ടകളുമായിട്ടാ വന്നിരിക്കുന്നത്. നീ അകത്ത് പോയി വെയിറ്റ് ചെയ്യും. അയാളെ ഒന്ന് കളിപ്പിച്ചിട്ട് വരാം. ഹലോ, എന്താ ഗോച്ച, നീ നന്നാവില്ലേ? തനിയെ വരാൻ പറഞ്ഞ തകിലും നാദസുരൊക്കെ ആയിട്ടോണടാ വന്നേക്കുന്നത്. നിനക്ക് ബോധമില്ലേ? നിന്റെ സ്ഥലത്തുനിന്ന് ഡയമണ്ട് കട്ടവനാ ഞാൻ. ഇവിടെ വെച്ച് നീ എന്നെ പിടിക്കാൻ പോകുന്നു. ഏയ്, എവിടാ നീ?
ഇനി കച്ചേരി കൊച്ചിയിലടാ. ഏയ് അവൻ അവിടെയുണ്ട്. ഏയ് എന്താ സാർ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്നത്? ആരെങ്കിലും നോക്കുവാണോ? ഒരു പക്ഷേ നിങ്ങളെക്കാളും മുമ്പേ അയാൾ ഫ്ലൈറ്റ് കയറി കാണുമോ? ഫ്ലൈറ്റിലല്ല, കാറിന്റെ അടുത്ത് പോയാൽ അവനെ തേടി പിടിച്ച് കൊന്നു കളയും ഞാൻ. ഇവിടെ പോയി പിടിക്കണേ. അവനെവിടെ പോയെന്ന് അറിയില്ല. പോയി കണ്ടുപിടിക്കണ, ശരിക്കും നോക്കണ. അവൻ ഇവിടെ തന്നെ കാണും. Get in. Welcome, sir. സാർ എനിക്കൊന്നും അറിയില്ല സാർ. What are you doing? എന്താ സാർ ഇത്? പാന്റ് പോലും ഇടാതെ വന്നിരിക്കുന്നേ സാർ. ഞാനൊരു പഞ്ചപാവമാ. എന്താടാ ഇവിടെ? ഗോച്ച താഴെ ഫ്രീ ആയിട്ടേക്കുവാ. പെണ്ണാടാ? പെണ്ണാ? What happened? അമ്മേ, ആപ്സ് നിനക്കെന്താ പറ്റി? ഈച്ചയും പൂച്ചയൊന്നുമല്ല, ആ ഗോച്ച മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അകത്തെങ്ങാനും കയറി വരുമോ? അവനകത്ത് വരാൻ പറ്റില്ല. എങ്ങനെയാ അകത്ത് വരാൻ പറ്റാത്തതും ഒരു വേല ചെയ്തിട്ടാ എന്ത് വന്നിരിക്കുന്നത്. വേല? ബ്ലേഡ് വേല. ബ്ലേഡ് വേലയോ? എന്നാ സാർ ടിക്കറ്റ് മേടിച്ചോ? നോ, ticket. യു ആർ നോട്ട് അലൗഡ്. വാട്ട്സ് ദ പ്രോബ്ലം? അവനെ അവനെ അടടാ, ചുമ്മാതിരുന്നവനെ ചൊറിഞ്ഞു വിട്ടല്ലോടാ. Can I have your ticket, എന്ത് please? തടീനകത്ത് വന്നതോ? ടിക്കറ്റ് ചോദിക്കുവാടാ. ടിക്കറ്റോ? ടിക്കറ്റ് തന്നെയാ ചോദിക്കുന്നേ. Oh, here. എടാ, അവള് ഗോച്ചയുടെ അനിയത്തിയെ പോലില്ലേ? അയ്യോ, അനിയത്തിയെ പോലെയല്ലടാ, അനിയത്തി തന്നെയാടാ. പോയിരിക്കടാ. വേണ്ട, കുരുവിത്തലയിരി അടക്ക വെക്കാം, എന്നാ ബോംബ് വെക്കാൻ പാടില്ല. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാം. സോറി മാഡം. എന്താ സോറി? നോക്കി നടന്നൂടെ? പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കാലകത്ത് വെച്ചിരിക്കണം. ഇന്നാ പിടിച്ചെന്ന് പറഞ്ഞ് കാല് നീട്ടി വെച്ചിരുന്ന പോകുന്നവരൊക്കെ ചവിട്ടി എടുത്തോണ്ടെങ്കിൽ പോകും. റാസ്കൽ, ചവിട്ടിയിട്ട് പറയുന്ന വർത്താനം കേട്ടില്ലേ? ഭഗവാനേ, കൃഷ്ണ. Rascal. ഹലോ, ഫസ്റ്റ് ടൈമാ? അല്ല, ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം ആണെന്ന് ചോദിച്ചാ? അതൊന്നുമല്ല, ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ എനിക്ക് ബസ്സിൽ പോകുന്ന പോലെയാ. ആ, ഒന്നുമില്ല, പൈലറ്റിന് ഫസ്റ്റ് ടൈമാ. വരുമ്പോഴാ ശ്രദ്ധിച്ച് ബ്രേക്ക് എവിടാൻ തപ്പുമായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നൈജീരിയ ഒരു ഫ്ലൈറ്റ് ഒന്ന് ആക്സിഡന്റ് ആയി 150 പേരാ മരിച്ചേ. അറിയോ എന്തിനും? 3 ദിവസം മുമ്പ് ന്യൂസിലാൻഡിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് വെള്ളത്തിലിട്ടു. കടല്ലേ. ഇന്നലെ മോസ്കോയില്. ഞാന് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്നേ. അല്ല, എന്തോ ഫ്ലൈറ്റിൽ പോകുന്നത് ബസ്സിൽ പോകുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു മണ്ടത്തരം പറ്റിയതാ. ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടാലേ അറിയാം. ബെൽറ്റ് ബാഗിനിടല്ലേ, സ്വന്തമായിട്ടിട്. അതെയോ? താങ്ക്സ് എ ലോട്ട്. അത്രയ്ക്ക് പേടിയാണോ? പിന്നെന്തിനാ ഫ്ലൈറ്റ് വരുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാ. വേണ്ടപ്പെട്ടൊരുത്തനോ? അതെ, ഇന്നലെ എന്റെ വീട്ടിൽ പാർട്ടിക്ക് ഒരുത്തൻ വന്നു. പാർട്ടി എന്ന് പറഞ്ഞ 4-5 പേര് വരുമല്ലോ. ആരാ അവൻ? അവന്റെ പേര് കുരുവി. അവന്റെ പേരാണ് കുരുവി, എന്റെ പേര് ബർമി. അവൻ കട്ടോണ്ട് പോയി. കട്ടെന്നോ? വാടാ പോകാ. എവിടെ പോണം? ബാത്റൂമില്. പക്ഷെ അവൻ മോഷ്ടിച്ചത് എന്റെ ഹൃദയമാ. ഹൃദയമോ? ഞാനെന്തോ തങ്കമോ വൈരമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ അവൻ സ്പൈഡർമാനെ പോലെ ഭിത്തിയിൽ കൂടെ കേറുന്നു, നടക്കുന്നു, പറക്കുന്നു. അവന്റെ ഓരോ മൂവ്മെന്റ്സും അട്രാക്ട് ചെയ്യുന്നതാ. നീ നോക്കുന്ന പോലെ ഞാൻ നോക്കി പിറകെ പോയത്. സ്കിഡായി താഴെ വീണു. ചുമ്മാ കയർ പിടിച്ച് എയറിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഇങ്ങോട്ട് നോക്ക്, ഒരു കയ്യില് കയറ്, ഒരു കയ്യില് ഞാൻ. ചുമ്മാ ഇവിടെ തൊട്ടു അവിടെ തൊട്ടു. ചെറിയൊരു ഗ്യാപ്പ്. പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് എവിടെയോ പോയി. മുഖം കാണാൻ ട്രൈ ചെയ്തു.
ജസ്റ്റ് മിസ്. ആ, ആ. പക്ഷെ അപ്പഴേ ഞാൻ ഫിക്സ് ചെയ്തു, അവൻ തന്നെ എന്റെ ലൈഫ്. ഏ? അല്ല, ഞാൻ ഇതൊക്കെ എന്താണ് തന്നോട് പറയുന്നേ? എന്തായാലും പറഞ്ഞു പോയില്ലേ, വിട്ടേക്ക്. അതെ മാഡം, കുരുവി എന്ന് പറഞ്ഞില്ലേ, മുഖം കണ്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ മാഡം അവനെ കണ്ടുപിടിക്കുന്നേ? അവന്റെ മുഖം മാത്രം ഞാൻ കാണാതിരുന്നേ, പക്ഷേ ഈ സ്കാർഫ് വെച്ച് അവന്റെ കണ്ണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കൺകൾ തൊടാമൽ കൈകൾ പടാമൽ കാതൽ വരുവതില്ലേ. കണ്ണ് സുടാമൽ കത്തിപ്പടാമൽ ഗോച്ച വിടുവതില്ലേ.